വിഷു കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറെല്ലാം തീർക്കാൻ വേണ്ടി ഞങ്ങൾ 4 പേരടങ്ങുന്ന സംഘം കൊടൈക്കനാലിലേക്ക് ഇന്ന് യാത്ര തിരിച്ചു. രാവിലെ തന്നെ കോട്ടയക്കുളത്തു നിന്നും കൊടൈക്കനാൽ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻട്രി ആയപ്പോൾ തന്നെ ഒരു പെട്രോൾ പമ്പിൽ കയറി ഗ്യാസ് ഫില്ല് ചെയ്യാൻ ഇലക്ട്രിക് ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ബ്രെഡ് ആംപ്ലേറ്റ് ഞാനിവിടെ തമിഴ്നാട്ടിൽ 8 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഫുഡ് എല്ലാം അവിടെ ഉണ്ടാവുള്ളൂ. നീ കടക്കാരൻ പറഞ്ഞല്ലോ ആഫ്റ്റർ 8 o'clock ആണെന്ന് പറയുന്നത്. നോക്കട്ടെ, എനിക്ക് ഒരു ബ്രെഡ് ഓംലെറ്റ് ഇടാം. ബ്രെഡ് ഓംലെറ്റ് ഡബിൾ. എന്താ 2 ഡബിൾ പറഞ്ഞോ? ഞാൻ കഴിച്ചേക്കാം, ഒരു കമ്പനി അല്ലേ 2 പേർക്ക്. ഇത് ബാക്കി ഉമ്മിക്കൊണ്ടിരുന്നത് ചേട്ടാ 2 പേർക്ക് കേട്ടാ. 2 ഡബിൾ. ഇനി എത്ര സ്ഥലത്ത് ചാർജ് ചെയ്യണം നമ്മൾ കൊടൈക്കനാൽ എത്തുമ്പോഴേക്കും? ഈ കയറ്റായത് കൊണ്ട് പളനിയിൽ കൂടി ചെയ്യണം. പഴനിയിൽ നിന്ന് ഫുള്ളാക്കി പോകണം. വേറെ സൈഡ് അതിന് മേടിച്ച് വയ്ക്കാം. ഇനി പഴനിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ ചാർജ് ആയിക്കോളും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ വേണ്ട, അവിടെ നിന്ന് ഫുള്ളാക്കി വന്നു കഴിഞ്ഞാൽ ഓംലേറ്റ് കഴിക്കാൻ തന്നെ തീരുമാനം. എന്ത് സാധനം ചെയ്യുന്നുണ്ട്? ശരിക്കും കട്ടൻ ചായയും ഇതും കൂടെ വേണ്ട. ചൂടുണ്ടോ? ഞങ്ങൾ ചായ കുടിച്ച് ലോറിയുടെ മറുവശത്ത് കൂടെ വരുമ്പോഴേക്കും സനോജി ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ചായക്കടയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ പുറകെ ബീച്ച് ഓടുന്നത്. അവന് ഫോൺ ചെയ്യേണ്ടി വരുവനെ, അതുകൊണ്ട് സമാധാനമായി. എന്നാലും എൻ്റെ സനോജ ഇവിടെ നല്ല ചൂട് കുറവുണ്ട് കേട്ടോ. ഈ പുളിമരം ഉള്ളതുകൊണ്ടാണ് നല്ല ചൂട് നല്ല കുറവുണ്ട്. ആ ഡ്രൈവർ മാറിയാ എൻ്റെ അമ്മ, ഡ്രൈവർ മാറി. എന്തൊരു തിളക്കം. യൂറോപ്യൻ ഡ്രൈവറിന് കൊടുക്കാം. നിന്റെ ട്രെയിനിങ് കൊടുക്കടാ യൂറോപ്യൻ ഡ്രൈവർക്ക് ഇന്ത്യൻ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട്. എത്രത്തോളം ഇത് ചെയ്യുന്ന അത്രത്തോളം ചാർജ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് സംഭവം അല്ലേ. ഓവർ സ്പീഡ് പോയി കഴിഞ്ഞാൽ അത്രയും ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യണം കേട്ടോ, അത്രേ ഉള്ളൂ. തമിഴ്നാട്ടിലെ ചായ അടിപൊളിയാണ്, നല്ല കട്ടിങ്. അതില് വെള്ളം ഒഴിക്കില്ലല്ലോ. അത് മാത്രമല്ല എരുമപ്പാലാന്ന് എനിക്ക് തോന്നുന്നു. അത് രാവിലെ മധുരം കാലം. അത് മാത്രം. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ മറ്റേ സുടുകാട്ടിലേക്ക് പോകുമ്പോ പാട്ട് ഉണ്ടാവുമല്ലോ. കടകളൊക്കെ അടവ്. പിന്നെ ഇലക്ഷനായിട്ട് ഇതിപ്പോ ഉടുമ്പൽപേട്ട പൊള്ളാച്ചി. സോറി, ഇതാണ് പൊള്ളാച്ചിന്റെ ചെറിയ ചെറിയ വഴികളാണല്ലോ. ഇത് നമുക്ക് ഇതിങ്ങനെ പോകാൻ പറ്റാത്ത റോഡാണ്. പക്ഷെ നമുക്ക് ബുധനാഴ്ച ഇലക്ഷൻ വരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ റിസൾട്ട് ഇത്ര നീട്ടി വെച്ചിരിക്കുന്നത്. ഇവിടത്തെയും കൂടെ കഴിഞ്ഞ ഇവിടെ. അതെ, അന്ന് മൊത്തം പടക്കത്തിന്റെ കളിയായിരിക്കില്ലേ. അമ്പലങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ. ഇത് വലിയ അമ്പലമുള്ള അത്യാവശ്യം. നോൺ വെജ് ഫുഡ്, മീൻ കറി, ചിക്കൻ, കുളമ്പ് എല്ലാം കൂടെ ഒരു നോൺ വെജ്. ചെട്ടിനാട് ഇവിടെ എല്ലാം മട്ടന്റെ ചെറിയ ചെറിയ സ്റ്റോള്, ചെറിയ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. മട്ടൻ ഇവിടെ വില കുറവായിരിക്കും. അതാ എന്താ പറയാ, എന്നെ കൊണ്ട് തീരെ ഫുഡ് എന്തായിരിക്കും പ്രശ്നം? മറ്റേ ഒരു പട്ടിച്ചാത്തല്ലേ ഇവിടെ. വൈകുന്നേരമാ. നാളെ നീ ഡ്യൂട്ടിക്ക് പോയി നോക്കി. ഇതിപ്പോ പളനി എത്തും. സനോജന്റെ അടുത്ത് പഴനി കയറാൻ പറഞ്ഞ പുള്ളി പകുതി ഒരു 10 അടി വെച്ചാൽ പറഞ്ഞു, ഞാനില്ലടാ നീ പോയിട്ട് വന്നത്. തമിഴ്നാട്ടിൽ പോകുന്ന വഴിക്കെല്ലാം ഇപ്പോൾ ഭയങ്കര ചെക്കിംഗ് ആണ്. കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വല്ല ഹവാല പണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. റോഡില്ല, ഇതിന്റെ ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ പോയിട്ട് റൈറ്റ് സർവീസ് അതാണ് വേറെ കളിപ്പേര് പാടില്ല. അതാണ് ഞാനടുത്ത് പറഞ്ഞത്. ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ പോയിട്ട് അല്ല, ഇപ്പൊ നമ്മൾ അവിടെ ചാർജ് ചെയ്തപ്പോ എത്ര കിട്ടി? അത് അധികം ചെയ്തില്ല, ആകെ 35. എത്ര മിനിറ്റ് ചാർജ് ചെയ്യണം ശരിക്കും? ഫുൾ ആണെങ്കിൽ 50% ആണെങ്കിൽ 50% ആണെങ്കിൽ 40 മിനിറ്റ്. 40 മിനിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നീ അടുത്ത പ്രാവശ്യം നമുക്ക് ചോറ് മേടിച്ച് തന്നാൽ നമ്മൾ ഉണ്ടോണ്ടിരിക്കുമ്പോഴേക്കും വണ്ടി ചാർജ് ആവും. എന്തായാലും കഴിക്കണ്ടേ? ചവിട്ടി വിടാൻ പറ്റില്ല. അയാളുടെ പോത്തുമണ്ടി കൊണ്ട് വന്നാൽ മതി.
നല്ല സ്പീഡിൽ ഇലക്ട്രിക് വണ്ടീനെ ഇങ്ങനെ EV വണ്ടീനെ ഇങ്ങനെ കുറ്റം പറയരുത്. ഇപ്പൊ EV ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരം പോകണം, അത് പിന്നെയും തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും കുറയും. അമ്പലത്തിന് താഴെ പറയണത് പഴനി അമ്പലത്ത് വേലയുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിനെ കുറിച്ചുള്ള കുറച്ച് സംഭാഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും തട്ടുകടയിൽ നിന്ന് പാത്രമൊക്കെ ഇടിച്ചു പോയി താഴെ ചാടി. ഇങ്ങനെയുള്ള സംഭവത്തില് ഇത് എന്തിനാണ് നടക്കില്ല. അവിടെ അങ്ങോട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. പറഞ്ഞ പോലെ ഭയങ്കര കൺജസ്റ്റഡ് റോഡാണല്ലേ. നല്ല സമാവർ ചായ ഉണ്ടല്ലോ അവിടെ, പഴയ പോലത്തെ സമാവർ ചായ. വേണേ ഒരു നിർത്തി നമുക്ക് ഒരു സമാവറൊക്കെ അടിച്ചിട്ട് പോവാം. കുറച്ചൊന്ന് ഇതിപ്പോ ഇതിലിങ്ങനെ ഓടി ഇതില് ചാർജ് അത് ഹൈബ്രിഡിലാവുള്ളൂ അല്ലേ സനോജ? ഇങ്ങനെ നമ്മൾ റണ്ണിങ്ങിന് ബ്രേക്ക് ചെയ്ത് പോകുമ്പോ ഇറങ്ങുമ്പോ കേറല്ലേ? ആ അങ്ങനെ ചേട്ടൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഉദ്ദേശിച്ച രീതിയിൽ അറിയാമല്ലോ. നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ റേഞ്ച് ഉള്ളത് ഇച്ചിരി കൂടി പൈസ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലിയാമ്പതി മല കയറി വണ്ടി ചാർജിങ് സ്റ്റേഷൻ തപ്പി പാർക്കിംഗ് കിട്ടിയെന്നാല് വെയിലും ഉള്ളാണ്ട് ചാർജ് ചെയ്യാം. 2 ഗണ്ണ് ഫ്രീ ആണ്. കാര്യം 2 ഗണ്ണ് 2 ഒന്നിച്ച് വെച്ചാലോ? ഹൈ സ്പീഡ് ചാർജർ ഉണ്ടല്ലേ? ഹൈ സ്പീഡ് തന്നെ ഉള്ളൂ. എത്ര സ്പീഡ് ഉണ്ടെങ്കിലും ഇതിന്റെ റിസീവ് കപ്പാസിറ്റി ചെറുതാ. ആ കുറച്ചുകൂടെ അല്ല എത്തില്ലേ അടുത്ത സ്റ്റേഷനിൽ വന്നു. വണ്ടിയുടെ മുതലാളി EVയുടെ മുതലാളിയാണ് ഇവൻ. ചാർജ് ചെയ്തിട്ട് ഇത് ബാറ്ററി ഇത്തിരി വലുത് മേടിക്കായിരുന്നു നമുക്ക്. ഈ ചാർജ് ചെയ്യണമാണ് നമ്മുടെ ടൈം അല്ലേ? ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ നല്ല നമുക്ക് ചാർജ് ചെയ്യണം. പെട്ടെന്ന് ചെയ്യാൻ എൻ്റെ നല്ല ഒരു സമയമുണ്ട് ദാസം അല്ലേ? അത് ബാലൻസ് ചെയ്യണം. പരിപാടികളുണ്ട് നമ്മളെല്ലാം. ഒരു ചെറിയ സനോജ് ഈ വണ്ടി മേടിച്ച പിന്നെ ഒരു പണിയെടുക്കാൻ തുടങ്ങിയത് സനോജ്. ഈ സാധനം ചാർജ് ചെയ്യാൻ വേറെ ആരും ചെയ്യൂല. അതുകൊണ്ടാണ് അറിയൂലല്ലോ പെട്ടെന്ന്. ഈ പേഷ്യൻസ് പഠിച്ചു സമാധാനപ്രിയന എന്നറിയോ? വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ വെഹിക്കിൽ മാറാണ്ട് രക്ഷയില്ല. പല സ്ഥലങ്ങളിലും 1 മണിക്കൂർ നിർത്തണം. പരിപാടി പഠിച്ചിരിക്കില്ലേ നമ്മുടെ അവനൊരു വണ്ടി EV മേടിച്ചു കൊടുക്കും. അപ്പൊ EV മേടിച്ചു കഴിഞ്ഞാൽ സമാധാനപ്രിയരാവുന്ന പറയണം. അതിനൊരു നമ്പർ 1 ആണ്. ആ 2 കിലോ വെയിറ്റ് ഉണ്ടല്ലോ അത്. അതൊരു എക്സസൈസുമായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വയറിനൊക്കെ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. സനോജിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിന്നാണ് കഴിക്കണമെന്ന്. അവൻ്റെ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ പോലും ഇല്ല. ഉള്ളത് ആ ഒരു തട്ടുകടയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് വേണ്ട എവിടെ ഇല്ല. ഇവൻ്റെ ചോദിക്കാൻ നിങ്ങൾ ആരോടും ചോദിച്ചില്ല. ഞങ്ങൾക്ക് ഒരുമിച്ചല്ല വണ്ടിയിൽ വരണേ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഒരു ഡെസ്കും ബെഞ്ചും തന്നെ കിട്ടി. അവിടെ ചെയ്തോളൂ. നീ ഒന്ന് വൈബായിട്ട് നിനക്ക് ഇവിടെ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കല്ല ബിജുനല്ലേ അല്ലെ എവിടെ നിന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു വൈബിൽ കഴിച്ചാലോ എൻ്റെ ഒരു ചാപ്പോടെ കഴിക്കണമല്ലോ കൂടെ കിട്ടി കഴിഞ്ഞ ഒന്ന് സെപ്റ്റംബർ ആവുമ്പോഴേക്ക് നമ്മളിട്ടേ ഇനി ഒരു പത്രം കൂടി 2 മതി. ചട്നി സാമ്പാർ അല്ലേ മതി. കാര്യം ചെറിയ ഹോട്ടലാണെങ്കിലും ഇഡ്ഡലിയും സാമ്പാറൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇഡ്ഡലി സാമ്പാറിനെ കുറിച്ച് പണ്ട് കഴിച്ച വീരകഥകളെല്ലാം ബിജുമോൻ തകർക്കുകയാണ്. അപ്പുറ സൈഡാണ് ഈ പാറിന്റെ അപ്പുറ സൈഡാണ് സംഭവം. ഇതൊരു 1.5 സംഭവമാണ് അത്. ഇതാണ് പളനി. പളനി മല. പളനി മറ്റേ ബാക്കിലൂടെ കയറാം പ്രമോട്ട. ഈ കാണുന്ന വെള്ളം കാണുന്ന ബാക്കിലൂടെ കയറാം. പടപടാചാടും ബാക്കിലൂടെ കണ്ട പ്രമോട്ട നടന്നു പോകാനല്ലേ? ഞാൻ നോക്കിയപ്പോ കിട്ടില് 2.90 തരാന്ന്. അപ്പൊ പിന്നെ ലാഭമല്ല. 1.40. പുളികളിലെ ഓറഞ്ച് നോക്കണം. അത് മാത്രമല്ല
അങ്ങനെ കുറച്ച് ഓറഞ്ചെല്ലാം വാങ്ങി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെക്ക് പോസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊടൈക്കനാലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ കളയണം. പിന്നെ അവർ വണ്ടിയെല്ലാം ഒന്ന് നോക്കും, ചെക്ക് ചെയ്യും, മൊത്തം ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് വിടുള്ളൂ. ഞാൻ ഒരുപാട് കൊല്ലം മുമ്പ് അവിടെ വന്നിട്ട് എനിക്ക് ഒരു ഇതുമില്ല. ഇത് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ കുടിച്ചിട്ടുണ്ടോ? എനിക്കൊരു പേടി, ഞാനും ഡൗട്ട് അടിച്ചത് അടിക്ക് കൊടുക്കാൻ വേണ്ടിയാ. കൊന്നപ്പൂ ഉണ്ട് അവിടെ. എന്താ പറയുക, ഇവിടെ വിഷു ഇല്ലാത്തതുകൊണ്ടാണ് കൊന്നപ്പൂ തറയും കിടക്കുന്നത്. ടെമ്പറേച്ചർ വേറെ വഴി ആദ്യമായിട്ട് ഇത്രയും വലിയ കൊന്നപ്പൂ മരങ്ങളാണ്. അതിന്റെ ഇലയാണ് ശരിക്കും ഈ തോപ്പിലെ. അവക്കാടോ കണ്ടു കഴിഞ്ഞപ്പോഴേ ബിജുവിനൊരാഗ്രഹം. പക്ഷെ പഴുക്കാത്ത അവക്കാടോ ആണ് അല്ലേ? സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ അവക്കാടോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ബിജു കയറുമോ? ഇത് അവക്കാടോ ഫ്രഷായിട്ട് പറിച്ചിരിക്കണം. ബിജുമോൻ്റെ സാഹസികത കൊണ്ട് പറിച്ചു കേട്ടോ. അടുത്തും കൂടി പറിച്ച ബിജുമോനെ കാരണം ചവിട്ടുപടികൾ ഇത് പച്ചയാണല്ലോ, പക്ഷെ നമുക്ക് പഴുപ്പിക്കാം. കാഴ്ച നിൽക്കുന്നു, പക്ഷേ ചെറിയ കമ്പുണ്ട്, കിട്ടുന്നില്ല. മരത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ താഴെ നിൽക്കുമോ? ഓ, ഒരുത്തൻ്റെ ചെരുപ്പ് താഴത്ത് പോയിട്ട് എടുക്കാൻ പോയതാണല്ലോ. ചെരുപ്പിലിപ്പോൾ എത്ര രൂപയത്? തൈരിനൊക്കെ എന്താ വരാതെ ചോദിച്ച പോലെ മറ്റേ ഇന്നസെന്റ് പല കലത്തിൽ ചെരുപ്പ് ഇല്ലടാ. ചെരുപ്പ് എടുക്കടാ, അധികം ദൂരമില്ലടാ. അടുത്ത അവക്കാടോ. അടുത്താടോ കാണിക്ക്. അയ്യോ, ഫ്രഷ് അവക്കാടോണ്, ഫ്രഷ്. ഇത്രയും പൊക്കാതെ ഞങ്ങൾ ഇത്രയും താഴത്തേക്ക് വന്ന് അവക്കാടോ പറിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് പോയിട്ട് എടുത്തിട്ട് വരുന്നുണ്ടോ? ആ കാണ്ടാടണോ? ഇത് മറ്റേ ക്ലൈംബ് ചെയ്തിട്ട് വരുന്ന പോലെ. അതെ, ചെരുപ്പ് എടുക്കാൻ പോയതല്ലോ. എന്തൊരു സ്ലോപ്പാലേ ചെരുവേ. നോക്കി കേട്ടോ, അവക്കാടോ ഉണ്ടായി നിൽക്കണുണ്ടേ. അവക്കാടോ ഞാൻ പറിച്ചാൽ താഴെ ഇട്ടു, നമുക്ക് കിട്ടില്ല. അല്ലാതെ ഇത് അതിന് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി, അപ്പോൾ നിനക്ക് കിട്ടും കറക്റ്റ്. ഈ സാധനത്തിന് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. ആടി ആടി നിൽക്കണം, പക്ഷെ കയ്യിലെത്തില്ല. കുറച്ചും കൂടി ഇല്ലേ. കാരണം ബിജു കയറി താത്തി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പോയിന്ന് താത്തി കൊടുത്തു നോക്കും. ചവിട്ടി പൊട്ടിക്കണ്ടായി കിട്ടിയിട്ടില്ല. പോയി ഗൈസ്, പോയി. ഇതിൽ കിട്ടും. പോയി കിട്ടിപ്പിടിക്കാന്ന് വിചാരിച്ചു. അവിടെ താത്തി കൊടുത്ത കറക്റ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിൽ. ഇതാണ് ഞാനും പറഞ്ഞത്. ഇത് നിനക്ക് ബലമുള്ളതല്ലേ? അല്ല, ഒരുപാട് മതിക്കണ്ടാവും പോവാതാണ്. ഈ വീഡിയോ ഒരു കമ്പ് താന്നപ്പോഴേക്കും തന്നെ എത്ര എണ്ണം കിട്ടണമെന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഞങ്ങൾ വിജയം കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. കണ്ടോ അവക്കാടോ? ഹൈവാ കണ്ടോ? ഇനി പൊട്ടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കാം. സൂപ്പർ. പക്ഷെ പഴുത്തിട്ടില്ല എന്നാണ്. എന്നാലും കുഴപ്പമില്ല, കായ കണ്ടോ? സാധനം ഒറിജിനൽ അവക്കാടോ തന്നെ അല്ലേ? ഇത് ഉപ്പിട്ട് തിന്നേണ്ട പ്രായമാണോ? കുഴപ്പമില്ലോ. ക്ലൈമറ്റ് സൂപ്പർ കേട്ടോ അല്ലേ? ഇതിനല്ല ഇങ്ങോട്ട് വന്നത് അല്ലേ? ഇത്രയും ദൂരം നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി, ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങൾ. നമ്മുടെ സന്തോഷം. അതെ. ഇതേ സ്ഥലം ശരിക്കും? ഇത് അല്ല ഊട്ടി തന്നെ. അല്ല ഊട്ടിയല്ല, കൊടൈക്കനാലിന്റെ ഫസ്റ്റ് ഒരു 15 കിലോമീറ്റർ. ഓറഞ്ചിനോ? വേറെ ചോദിച്ചു നോക്കാം, നമുക്ക് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ മേടിക്കാമല്ലോ. ഒരു ഭയങ്കര വിലയുള്ളൂ. 400 രൂപ ഓറഞ്ച് അല്ലേ? ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം ഉണ്ട്, പക്ഷേ ഭയങ്കര വില അല്ലേ? ഓറഞ്ച് 400 രൂപ പറയണം. ടേസ്റ്റ് ഓക്കെ, അതിനെല്ലാം ഒരു നോക്കിയോ
ഇത് മാർക്കറ്റ് വണ്ടി പോട്ടെ മാർക്കറ്റ് ആയതുകൊണ്ട് ഇന്ന് പച്ചക്കറി വാങ്ങി വണ്ടിയിലിടേണ്ടി വരും. അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇതിന് അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്തേക്ക് വഴിയുണ്ടാവും. ആ ബൈക്കുകാരൻ ഇപ്പൊ അങ്ങനെ വന്നു, അപ്പുറത്തെ വഴിയുണ്ട്. ഈ ബൈക്കിൽ തട്ടുണ്ടത് ഇങ്ങനെ പോയാ കാല് കയറി വരില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വെളുത്തുള്ളി ഒരുപാട് വിലക്കുറവുണ്ടോ? പക്ഷെ ഇത് ശരിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഡ്രൈവിംഗ് പഠിച്ചു ഇവിടെ തന്നെ. അതുപോലെ ഇവിടെ ലെഫ്റ്റ് നിർത്തിടാം. ഒരു മിനിറ്റ്, ഞാൻ ഇറങ്ങി നോക്കിട്ട് വരാം. പോട്ടെ ഇതിലും വലിയ തിരക്ക് നമ്മള് സനോജ് ഡ്രൈവിംഗ് പഠിച്ചു കേട്ടോ. മെല്ലെ നോക്കി വിട്ടാ മതി, അവരെങ്ങനെയെങ്കിലും ഒക്കെ വരുവാടാ. അത് വരുന്നു, അവര് വരും. ഇത് നമ്മൾ അന്ന് കേറി വന്ന ഒരു വഴിയാണ്, അത് മാർക്കറ്റായി പോയി. ഒരുപാട് പോയി. എങ്ങനെ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ലാച്ചക്കം കൊണ്ട് വെച്ചിട്ട് ആവശ്യമില്ലാണ്ട് ടാസ്മാക്ക് കൊണ്ട് വെച്ചിട്ട് ടാസ്മാക്ക് കൊണ്ട് ഞാൻ പറഞ്ഞ മറ്റേ ഏതെങ്കിലും ബാർ മാത്രം ഇഷ്ടമാരുണ്ടെന്നേ വണ്ടിയിലൊന്നും മുട്ടണ്ടോ അണ്ണന്മാര്. നമ്മള് വിചാരിച്ച പോലെയല്ല അവര് ഇത്ര നേരം നമ്മളെ കണ്ടപ്പോ വലിയ പ്രശ്നക്കാരെല്ലാം തോന്നിയോണ്ടാണ് അവര് അല്ലേ. ഇത് വലിയ ഇത്രയും വലിയ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഭയങ്കര തിരക്കുള്ള മാർക്കറ്റ്. ഇന്ന് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളോ? അല്ലല്ല, ലെഫ്റ്റ് ഒന്നുമില്ല, നമ്മൾ നേരെ താഴത്തേക്ക് തന്നതാ. ഇല്ല, ഞാൻ റൈറ്റ് പോവാന്ന് ചോദിച്ചാണ് ആദ്യം. ഇത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് പോവാൻ പറ്റുമെന്നാ ചോദിച്ചത്. പോവോ? അങ്ങനെ നമ്മളില്ല ഇവിടെ കൊടൈക്കനാലിലൂടെ ഞങ്ങള് അതെ ഞങ്ങൾ 2-3-4 പേരുണ്ട്. ഒരു EV കാറുണ്ടതാ, സനോജണ്ണ ഒന്നല്ലേ എൻ്റെ വണ്ടിയിൽ വന്നു. നീ തണുപ്പൊക്കെ ഒന്ന് സെറ്റാക്ക് കേട്ടോ. അടുത്ത ചാർജിങ് സ്റ്റേഷനിലെത്തി. ഓ വല്ലാത്തൊരു സംഭവമാണ്. 3ാമത്തെ ചാർജിങ് ഉണ്ടോ ടിയാഗോ അല്ലേ? തന്നെ മേടിക്കണമെങ്കിൽ വണ്ടി നമുക്ക് അവന്റെ അവകാശമാണത്. വെക്കട്ടെ. കോട്ടയക്കുളം മംഗളഡാം മുതൽ വണ്ടിയിൽ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്ന് കൊടൈക്കനാൽ വരെ എത്തി. ഓരോരുത്തരും ഇവിടെ തളർന്നിരിക്കാൻ തുടങ്ങി. EV ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അത് കൊടൈക്കനാൽ വന്ന് രാവിലെ വന്ന് ഇതുവരെ വണ്ടി ചാർജ് ഫുള്ളായിട്ടില്ല. ചാർജ് ഫുള്ളാവാണ്ട് ഈ മുതലാളി വണ്ടി എടുക്കില്ല എന്ന് പറയണത്. ഇങ്ങനത്തെ വണ്ടി ഇനി മേടിക്കണോ എന്താണെന്നൊരു പിടുത്തമില്ല അല്ലേ. വന്നപ്പോൾ പോലെ 4 സ്ഥലത്ത് ചാർജ് ചെയ്തു തോന്നുന്നു. ഇനിയും ചാർജ് ചെയ്താലേ കോട്ടയക്കുളം എത്തുള്ളൂ എന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും വരും ഞങ്ങളൊന്ന് രക്ഷിക്കാൻ? വടക്കഞ്ചേരി കോട്ടയക്കുളം ഒരു EV വണ്ടിയായിട്ട് വന്നാട്ടോ. കോട്ടയക്കുളം മുതൽ കൊടൈക്കനാൽ വരെ എത്തിയിട്ട് ചാർജിങ് കഴിഞ്ഞിട്ടില്ല. ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോഴും ഭക്ഷണം കഴിച്ചുള്ള വഴിയിൽ നിന്നിട്ട് ഒരുത്തന്തേ വണ്ടിയുടെ ചാർജ് കയറാൻ വേണ്ടി വണ്ടിയുടെ സൈഡിൽ കിടന്ന് ഉറങ്ങേണ്ട ഗതികേടായിട്ടാ. EV കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. അത് എല്ലാ വണ്ടിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കേട്ടോ. EV നമ്മളിനി മേടിക്കണോ വേണ്ടെന്നുള്ള ആലോചിക്കണതല്ല. കിടക്കണ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കില്ല. അതിന് ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിയല്ല കൊടൈക്കനാൽ ഇതന്നെ ഉള്ളൂല്ലോ. അവിടെ വേറെ ഒന്നുമില്ല. കുറെ വെടിവെക്കാനുള്ള തോക്കും കാണുന്നുണ്ട്. ഇതിന് സമ്മാനമൊന്നും ഇല്ലാന്ന് തോന്നൂല. ചുമ്മാ വെടിവെക്കാനാ. മൻസൂർ ആർട്ട് വർക്കുള്ള നമ്മുടെ ഫോട്ടോ ഒക്കെ വരച്ചു തരുന്നുള്ളൂ ചേട്ടാ. പാനിപൂരി ഉണ്ടല്ലോ അവിടെ. 2 ഗ്രാം കൂടിയ അതാ മൂന്നെണ്ണത്തിന് 50 രൂപ. കുളത്ത് കൂടെ നടക്കാൻ സ്ഥലമില്ലാണ്ടാണ് ഈ കൊടൈക്കനാലിലെ തെരുവീജികളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കണത്. സനോജ് ഇത്രയും വലിയൊരു പണി ഇനി ഇതിൽ വലുത് തരണ്ട. ഇറങ്ങിയില്ലേ?
ആര് സ്കൂളിലെ വണ്ടി കുട്ടികളുണ്ട്. പൊക്കോ ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്താന്ന് കുറച്ച് ബാക്ക് പോയിട്ട്. ഇത് പട്ടിയ പൂച്ചയാണ്, നായി തന്നെ, ഇത് ഡോഗ് തന്നെ. എന്താ ഇത് അതെയാ അസ്കി. കണ്ണ് നോക്കണേ, എൻ്റെ ഐസ് കണ്ടോ, കണ്ണ് കണ്ടോ എൻ്റെ? ഇല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. കടിക്കൊന്നുമില്ലോ അല്ലേ? ലൈറ്റൊക്കെ അടിക്കോ? ഇപ്പൊ വാങ്ങിച്ചിട്ട് വരുന്നതാ 25? അതെയാ, എങ്കിന്ന് മേടിച്ച് ഇങ്കി കടിക്കണം. ആ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാ. മറ്റേ ഒരു ഇത് റൗണ്ട് ഉണ്ടായിരുന്നില്ലേ? കുറച്ച് ഇവിടെ നമ്മൾ വന്നിട്ടില്ല. ഇവിടെ അന്നൊന്നും കണ്ടിട്ട് ഭയങ്കര കോടയാണ്. അന്നൊക്കെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെയാണ് ഇവിടെ ഈ കൊടിയും മറ്റേത് കിട്ടി കഴിഞ്ഞാൽ തെറിച്ചിങ് വരുമല്ലോ. ഇന്നൊക്കെ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. ആൾക്കാർ ഇറങ്ങിപ്പോണ്ടാവും, അതാണ് ഇത്രയും പണം. ലാസ്റ്റ് വന്നിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. എല്ലാ കടകളും അടച്ച് എല്ലാവരും പോയി, ഞാരുമില്ല. ലാസ്റ്റ് വ്യൂ ആണ് നമ്മൾ. പക്ഷെ ഒരുപാട് സ്ഥലം കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അറിയണില്ലല്ലോ നമുക്ക് എൻ്റെ ലൊക്കേഷൻ ഏതാന്നുള്ളത്. സന്തോഷത്തിലാണോ? അപ്പൊ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? നമ്മളിങ്ങനെ ധൈര്യത്തോടെ നിൽക്കണം, എന്ത് സംബന്ധത്തിലാണെങ്കിലേ കാട്ടേക്ക് നിൽക്കണം. പക്ഷെ അത് അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പുള്ളിക്ക് മനസ്സിലായി, ഞാനത് ചീറ്റി. പുള്ളിക്ക് മനസ്സിലായത് എന്തായാലും അവരുടെ മുമ്പിൽ പുള്ളിക്ക് മനസ്സിലായി. പോലീസ് ഞാൻ അത്ര ബോൾഡായിട്ട് ചിരിക്കും. അതെ, നമ്മള് കോട്ടയക്കുളം മുതൽ മറ്റേ കൊടൈക്കനാല് ഒരു 3-4 സ്ഥലത്ത് ചാർജ് ചെയ്തു. വീണ്ടും ലേക്കിൽ ഒരു 5-8 റൗണ്ട് കറങ്ങി. വീണ്ടും ഞങ്ങൾ ചാർജ് ചെയ്തു വണ്ടി EV. ഇനിയിപ്പോൾ വീണ്ടും ഒരു ചാർജിങ് സ്റ്റേഷൻ അന്വേഷിച്ച് കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇതാ ഞങ്ങൾ ഈ 3-5 പേരിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ പൾവറൈസർ. ഇത് വീഡിയോ ഓൺ ആയിരിക്കും. അങ്ങനെ ഒന്നിങ്ങോട്ട് സ്വൈപ്പ് ചെയ്യും, ഇങ്ങോട്ട് സൈഡിലേക്ക് ആക്കുക. അപ്പോൾ നല്ല ചട്നി, നല്ല ചട്നി ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട് അല്ലേ? ചമ്മന്തി കുഴപ്പമില്ല. ദോശക്ക് ചിക്കൻ മുമ്പ് സൂപ്പർ ആയിരിക്കും. ആണിയൻ ദോശ മാമ അടിയോ. ഇത് ആണിയൻ പൊടി ദോശ, അനോജിക്ക് സ്പെഷ്യൽ പൊടി ദോശ. ടീ വരല്ലേ?